ഇരുട്ടത്തി കറുത്ത പൂച്ചയെ തപ്പുകയാണ് എം കെ സ്റ്റാലിൻ. അതിന് കൂട്ടുനിൽക്കാൻ കുടപിടിച്ചു കൊടുക്കാനും പിണറായി വിജയൻ തമിഴ്നാട്ടിലേക്ക് പോവുകയുമാണ്. അതാണ് നിലവിലത്തെ കാര്യം. നിലവിലെ പാർലമെന്റ് സീറ്റുകളുടെ ശതമാനമാണോ, അതായത് കൃത്യമായി ആനുപാതികമായ വിതരണം സാധ്യമാകുന്നുണ്ടോ, പ്രോറേറ്റ എന്താണ് എന്ന് പോലും കേന്ദ്ര സർക്കാർ ഡിഫൈൻ ചെയ്തിട്ടില്ല. അതിനു മുൻപ് തന്നെ അസ്യൂം ചെയ്യുകയാണ്. എം കെ സ്റ്റാലിൻ പറയുകയാണ് ഇങ്ങനെയാണ്, 30 വർഷം കൂടി ഇങ്ങനെ തുടരണം. ഇതിൽ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം, അഭിപ്രായ സമന്വയം വഴി സർക്കാർ തീരുമാനമെടുക്കണമെന്ന്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉറപ്പായും എല്ലാ സംസ്ഥാനങ്ങളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് സ്റ്റാലിൻ അതിൽ പങ്കെടുക്കുമോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം തമിഴ്നാടിനെ പ്രത്യേകമായ ഒരു രാജ്യമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ. കേന്ദ്ര സർക്കാർ ദക്ഷിണേന്ത്യയുടെ പ്രാധാന്യം കുറയ്ക്കാൻ പോകുന്നു എന്ന കുറേ സർവേകൾ, കുറേ പ്രതികരണങ്ങൾ, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള കുറേ വാദങ്ങൾ, മുഴുവൻ വാദങ്ങളും അല്ലെങ്കിൽ മുഴുവൻ സ്റ്റഡീസും ഇങ്ങനെയായിരിക്കും, അങ്ങനെയായാൽ ഇങ്ങനെയാകും, ഇങ്ങനെയായാൽ അതിലേക്ക് പോകും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഊഹങ്ങളാണ്. അല്ലാതെ കൃത്യമായിട്ടുള്ള ഒരു പ്രഖ്യാപനമോ അല്ലെങ്കിൽ സർക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നതോ എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സും ഇതുവരെ നമ്മുടെ മുന്നിലില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇവിടെ സംസ്ഥാനങ്ങളുടെ സീറ്റ് എണ്ണം കുറയുമോ, സംസ്ഥാനത്തിൻ്റെ സീറ്റിൻ്റെ നിലവിലുള്ള ആനുപാതിക വിഹിതത്തിൽ കുറവ് വരുമോ, അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യപ്പെടേണ്ട പോയിന്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 52, 63, 73 ഈ 3 മണ്ഡല പുനർനിർണ്ണയങ്ങൾക്ക് ശേഷം ഒരു മണ്ഡല പുനർനിർണ്ണയം നടന്നിട്ടില്ല എന്നതുകൂടി ഒരു വസ്തുതയായി നമ്മുടെ മുന്നിലുണ്ട്. 73-ന് ശേഷം 2025-ലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. എത്ര ജനസംഖ്യ കൂടിയിട്ടുണ്ട് എന്നത് നമുക്കറിയാം. 2026-ലാണ് നിലവിലത്തെ ഈ ഒരു ഫ്രീസിംഗ് അവസാനിക്കുന്നത്. അത് കഴിയുമ്പോൾ അടുത്ത 30 വർഷം കൂടി 2056 വരെ 1971-ലെ സെൻസസിന്റെ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണ്ണയം എന്നുള്ളതാണ് സ്റ്റാലിൻ ആവശ്യപ്പെടുന്നത്. അത് പ്രാക്ടിക്കലാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഇക്കാര്യത്തിൽ സ്റ്റാലിനെ പോലെയുള്ള അങ്ങനെയുള്ള ഒരു ഔട്ട്റൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം സംസ്ഥാനത്തെ കൂടി കേട്ടായിരിക്കും തീരുമാനമെന്ന് അദ്ദേഹത്തിന് ബോധ്യമുള്ളത് കൊണ്ടാകും. ഇവിടെ ഈ കോവിഡിനെ തുടർന്ന് 2021 നടക്കേണ്ട സെൻസസ് അനിശ്ചിതമായി നീട്ടിവെക്കുന്നതാണ് നമ്മൾ കണ്ടത്. അവിടെയാണ് സ്റ്റാലിൻ പറയുന്നത് ഈ നേരത്തെ നടത്തിയ 1971 സെൻസസിന്റെ അടിസ്ഥാനത്തിൽ വേണമെന്ന്. അത് സാധ്യമായ ഒരു കാര്യമല്ല. അടുത്ത സെൻസസ് നടത്തിയേ പറ്റൂ. അല്ലെങ്കിൽ ഇത്രയും പഴയ ഡേറ്റ വെച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ വിഭവങ്ങളുടെ സമാഹരണത്തിന്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ വിഭവങ്ങളുടെ വിതരണത്തിന്റെ കാര്യത്തിലൊക്കെ ഒരു ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് അത് പ്രാക്ടിക്കൽ അല്ല. കേരളവും തമിഴ്നാടും തമ്മിൽ അങ്ങനെ കമ്പയർ ചെയ്യാൻ കഴിയില്ല. തമിഴ്നാട്ടിൽ എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ ദ്രവീഡിയൻ പൊളിറ്റിക്സ് ആണ്. അവിടെ അവർക്ക് കൃത്യമായ ആ ഒരു തമിഴ് മക്കൾ രാഷ്ട്രീയമാണ്. അത് കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ ഭൂമികയുമായി ഒരിക്കലും ചേർന്ന് പോകുന്ന ഒന്നുമല്ല. ഈ തമിഴ് ഓണർ അതാണ് എപ്പോഴും സ്റ്റാലിൻ മുഖ്യമായി മുന്നിൽ കാണുന്നത്. അതിൽ അത് ഹിന്ദി റിജക്ഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ സ്റ്റാലിൻ എടുത്ത സ്റ്റാൻഡ് നമുക്കറിയാം. അങ്ങനെയൊന്നുമുള്ള ഒരു ഔട്ട്റൈറ്റ് സ്റ്റാൻഡൊന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുക്കില്ല. സ്റ്റാലിൻ്റെ ആവശ്യങ്ങളല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും കേരളത്തിലെ CPIM-ൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ആവശ്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സ്റ്റാലിൻ തുടർച്ചയായി ഹിന്ദിക്കെതിരായ ഒരു പോരാട്ടത്തിന് മുന്നിൽ നിൽക്കുന്ന ഒരു മുന്നണി പോരാളിയായി അദ്ദേഹം ആവിഷ്കരിക്കാൻ, സ്വയം അങ്ങനെ ആയിത്തീരാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതും ലിമിറ്റഡ് ടു തമിഴ്നാടായിരിക്കും. അല്ലാതെ ദക്ഷിണേന്ത്യ മുഴുവൻ ഒന്നാകെ ഹിന്ദിയെ ചെറുക്കാനൊന്നും പോകുന്നില്ല. പ്രത്യേകിച്ചും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. അല്ലെങ്കിൽ ഇതിനകം തന്നെ അത് സംഭവിക്കുമായിരുന്നു. ഹിന്ദിയും വരട്ടെ, അല്ലെങ്കിൽ ഹിന്ദിയും ഉൾച്ചേർന്നോട്ടെ, മാതൃഭാഷയായ മലയാളത്തെ നമ്മൾ തള്ളി പറയുന്നില്ല, ഹിന്ദിയും വന്നോട്ടെ എന്ന് തന്നെയാണ് കേരളത്തിന്റെ ആ കാര്യത്തിലെ ഒരു നിലപാട്. കേരളത്തിൽ ഡീലിമിറ്റേഷൻ വരികയാണെങ്കിൽ അത് BJPക്ക് കുറച്ചുകൂടി വളർച്ച കേരളത്തിൽ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അതായത് രാഷ്ട്രീയം എല്ലാത്തിലുമുണ്ട്. ഭരിക്കുന്ന പാർട്ടി അവരുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും. അതായത് അവർക്ക് കൂടുതൽ കാലം ഭരിക്കാൻ, കൂടുതൽ വർഷങ്ങൾ മുന്നോട്ടേക്ക് തുടർച്ചയായി ഭരിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കും. ഇപ്പോൾ പിണറായി വിജയൻ 2ാം ടൈം ഭരിക്കുമ്പോൾ 3ാം ടൈമും 4ാം ടൈമും സ്വന്തമാക്കാനേ നോക്കുകയുള്ളൂ. 2026 മാത്രമല്ല 2031 കൂടി മനസ്സിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെ അവർ നടത്തുകയുള്ളൂ. അതുപോലെ തന്നെയാണ് കേന്ദ്രം ഭരിക്കുന്ന BJPയുടെയും കാര്യം. അവരിനി അധികാരത്തിൽ നിന്ന് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. സീറ്റെണ്ണം കൂട്ടാനും അധികാരത്തിൽ തുടരാനും തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് കൂടുതൽ സീറ്റുകൾ കിട്ടാൻ സാധ്യതയുള്ള, സീറ്റുകൾ തുടർച്ചയായി നിലനിർത്താൻ സാധിക്കുന്ന സ്ഥലങ്ങളിൽ ഈ ഡീലിമിറ്റേഷൻ പ്രോസസ്സ് അവരെ സഹായിക്കുമെന്നുള്ളതും വ്യക്തമാണ്.